ഹലോ മുത്തുകളെ സുത്തുകളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകളെ ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസ്റ്റ് ഇയർക്കിൽ അങ്ങനെ ഫൈനലി നമ്മൾ സ്കൂളിൽ ചെയ്തു റീ ഓപ്പൺ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വേറെ ട്രാക്കിലോട്ട് പോകണം. ഇനി ട്രാക്ക് മാറണം, പൊളിശരത്തെ ട്രാക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി കുറച്ച് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഓണം എക്സാം എങ്ങനെയാണോ ഉഷാറാക്കിയത്, ഒന്നുകിൽ അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് ക്രിസ്മസ് എക്സാം പൊളിക്കണം, പൊളിച്ചടക്കണം, വൈബാക്കണം, കിടിലാക്കണം, തിമിർക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ട്രാക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടി ഉഷാറായിട്ട് പഠിക്കണം. കാരണം ഓണം എക്സാമിന് ആകെ 2-3 പോർഷൻസേ ഉള്ളൂ. പക്ഷേ ക്രിസ്മസ് എക്സാം അങ്ങനെയല്ല, ഓണം എക്സാം പ്ലസ് ക്രിസ്മസ് എക്സാം പോർഷൻസ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ അത്യാവശ്യം ടോപ്പായിട്ട് പഠിക്കേണ്ടി വരും. ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടി, കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട, കൂടെയുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ സബ് ജില്ല ആർട്സ്, സബ് ജില്ല സ്പോർട്സ്, കലോത്സവം, ശാസ്ത്രമേള, അപ്പോൾ അതിനൊക്കെയുള്ള ഒരുപാട് മക്കളൊക്കെ ഉണ്ടാവും ഇവിടെ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ കസിൻ ബ്രദർ ഉണ്ട്, അവൻ വട്ടപ്പാട്ടിനുണ്ട്, അവൻ 9ാം ക്ലാസ്സിലാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, അവൾ +1-ലാണ്, അവൾ എന്തിനുണ്ട്, ഒപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ അതൊക്കെ എൻജോയ് ചെയ്യണം. ഇതിൻ്റെ ഇടയിലുള്ള സ്പോർട്സും ആർട്സും ശാസ്ത്രങ്ങളൊക്കെ എൻജോയ് ചെയ്യണം. ഇനി മേ ബി നിങ്ങൾ ചിലപ്പോൾ എന്തില്ല, ചില ആളുകൾക്ക് സബ് ജില്ലകൾക്കൊന്നും സെലക്ഷൻ കിട്ടിയിട്ടാവില്ല, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം സ്കൂൾ കട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, സബ് ജില്ലക്കൊക്കെ പോവുക. അതൊരു രസമാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ് ജില്ലയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം സ്കൂളിൽ പനിയാണെന്ന് പറഞ്ഞ് ലീവ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സബ് ജില്ലക്ക് പോവുക. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു രസമായിട്ട് എടുത്തോളൂ. ഓക്കെ, ഭയങ്കര എൻജോയ് ആക്കും. അങ്ങനെ സബ് ജില്ല സ്പോർട്സ് അതൊക്കെ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. അപ്പോൾ എന്താണ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനോടനുബന്ധിച്ച് അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ മേ ബി സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 7ാം ക്ലാസ്സിലെല്ലാം പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ UP അപ്പർ പ്രൈമറി ലെവലിലെ ലാസ്റ്റ് വർഷമാണ് 7ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ സെക്കൻഡറി ലെവലിലേക്കാണ്, വേറെ സ്കൂൾ, വേറെ കുട്ടികൾ, വേറെ യൂണിഫോം ഒക്കെ ആയിരിക്കും, വേറൊരു ലോകത്തിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അപ്പർ പ്രൈമറി ലെവലിലെ അവസാനത്തെ ട്രിപ്പായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളുടെ പേരൻസിനോടൊക്കെ സംസാരിച്ചിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ട്രിപ്പും ഒക്കെ പോകാം, ഒക്കെ എൻജോയ് ആക്കാം. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രിപ്പും അതേപോലെ തന്നെ നമ്മൾ കലോത്സവം, സ്പോർട്സും ആർട്സും ഒക്കെ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അല്ലാതെ വെറും പഠിത്തം, അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. എല്ലാം വേണം, എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. സോ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. ഇതൊക്കെ പാടെ നമ്മളെ കൊണ്ട് ഒപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ സാർ? പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. നമ്മളൊക്കെ പോലത്തെ ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത്, ഇത് കറക്റ്റ് പക്ക ഫോളോ ചെയ്ത് മുന്നോട്ട് എന്നാണ് കുതിക്കുന്നത്. സോ നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, USS സ്കോളർഷിപ്പ് എഴുതുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒരുപാടുണ്ടാവും. അവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, USS സ്കോളർഷിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അതിലൊരു കോംപ്രമൈസും പാടില്ല. USS എഴുതാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കളിച്ച് ചിരിച്ച് നടന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം അവർക്ക് ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ അതിനുള്ള പോർഷൻസൊക്കെ എന്ത് നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഏകദേശം നമുക്ക് മൈൻഡിൽ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് കയറും. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാവും, വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. പക്ഷേ USS എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ കൃത്യവും വ്യക്തവുമായിട്ട് പഠിക്കണം. കുറച്ച് ടൈം എക്സ്ട്രാ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ചെയ്താലേ USS കിട്ടുള്ളൂ. അത് ഞാൻ അങ്ങനെ തന്നെ പറയും, യാഥാർത്ഥ്യങ്ങളെ ഞാൻ ഒരിക്കലും മറച്ചു വെക്കില്ല. USSന് കുറച്ച് റിസ്ക് എടുത്ത് പഠിക്കന്നെ വേണം, എന്നാൽ തന്നെ USS കിട്ടുള്ളൂ. അല്ലാതെ ഒരാൾക്ക് USS കിട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ നമ്മൾ USSൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണണം, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം, അതിൻ്റെ ലൈവുകൾ കേൾക്കണം. ഇനി അതിൻ്റെ ലൈവുകൾ കേൾക്കുക, അതിൽ കൃത്യമായിട്ട് വീഡിയോ കാണാം. അത് മാത്രം പോരാ, നിങ്ങൾ എക്സ്ട്രാ നിങ്ങളുടെ എഫേർട്ടും കൂടി എടുക്കണം, എങ്കിലേ USS കിട്ടുള്ളൂ. അപ്പോൾ USS എഴുതുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, കറക്റ്റ് USS ഫോളോ ചെയ്യുക. ഇനി അതല്ലാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് എന്ത് ചെയ്യുക, അത് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, കറക്റ്റ് അടിപൊളിയായിട്ട് പക്കായിട്ട് പഠിക്കുക. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ പേപ്പറിൽ ചിലപ്പോൾ കുറഞ്ഞ മാർക്കൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക്. കുഴപ്പമില്ല, പോട്ടെ, അടുത്ത എക്സാം പിടിക്കണം, അവിടെയാണ് കോൺഫിഡൻസ്. ഓക്കെ, ഇനി നല്ല മാർക്കുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യണം, ആ മാർക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച മാർക്ക് എന്ത് ചെയ്യണം, അടുത്ത എക്സാമിൽ പിടിക്കണം, അവിടെയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്താണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഷാർപ്പായിക്കാണ് ഇങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരിക്കണം. മമ്മൂട്ടി എപ്പോഴും പറയുന്നുണ്ട്, മമ്മൂട്ടിനോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് പ്രായമായില്ലേ, പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അഭിനയത്തിൻ്റെ സ്കില്ല് ഇങ്ങനെ പോകില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മമ്മൂട്ടി പറയുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് എൻ്റെ അഭിനയത്തെ ഞാൻ എപ്പോഴും ഇങ്ങനെ കൂർപ്പിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അഭിനയത്തിന് എപ്പോഴും മമ്മൂട്ടി ഇങ്ങനെ ഒന്നും കൂടി ബെറ്റർ ആക്കാനാണ് നോക്കുക. അതേപോലെ നമ്മൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബെറ്ററായി വീണ്ടും മുന്നോട്ട് പോകണം. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളാകുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുക, USS ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുക, USS വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ USS ഇല്ലാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, സാധാ ക്രിസ്മസ് എക്സാം പോർഷൻസിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അതാണ് നമ്മൾ അൾട്ടിമേറ്റ്. അതിനൊപ്പം എന്ത് ചെയ്യുക, മറ്റുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. സ്കൂളിലുള്ള അതർ പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇതാണ് നിങ്ങൾ സ്കൂൾ തുറന്നാൽ ചെയ്യേണ്ടത്. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, സീ യു സൂൺ.